നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വില പിടിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഇന്ന് പറയാൻ പോകുന്നത് 2026 പുതുവർഷ ഫലത്തെയാണ്. മാസങ്ങളായിട്ടുണ്ടെങ്കിലും വീഡിയോ ഇടാത്തത് കൊണ്ടിടുകയാണ്. ആ വർഷത്തിൻ്റെ അവസാന 30 നാഴിക ചതയം പൂരുരുട്ടാതിയുടെ 45 നാഴിക മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. ഈ വേഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വർഷഫലത്തെ എങ്ങനെയായിരിക്കുമെന്ന് കണക്കാക്കുന്നത്. അപ്പോൾ ഈ വർഷം വേഴനെന്ന് പറയുന്ന ഗ്രഹം കുംഭക്കൂറുകാർക്ക് 5-ലാണ് സഞ്ചരിക്കുന്നത്. 6-ാം മാസം വരെ, 2026 6-ാം മാസം വരെ. അത് കഴിഞ്ഞാൽ കുംഭൻ രാശിക്കാർക്ക് 7-ൽ വേഴം വരും. ആ 7-ൽ വേഴം വരുന്ന സമയം നല്ലതാണ്. അത് കഴിയുമ്പോൾ വീണ്ടും അത് 8-ലേക്ക് വരും. അത് ഇത്തിരി ദോഷമാണ്. 8-ൽ നിന്ന് വീണ്ടും 7-ലേക്ക് തന്നെ ഒരു വർഷത്തേക്ക് കാണും. അപ്പോൾ വേഴനെന്ന് പറയുന്ന ഗ്രഹം 5 നിൽക്കുന്ന സമയം നമുക്ക് വളരെ ഈശ്വരാനുകൂല്യം ഉള്ള സമയമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ ഈ ലോകത്തെല്ലാ ഫാക്ടറി മെഷീനറി എല്ലാം പ്രവർത്തിക്കും. കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കില്ല. കറണ്ട് അടിച്ചാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയർ എന്നാലും ശരി, കറണ്ട് അടിച്ചാൽ നമുക്ക് ദോഷം വരും, മരിച്ചു. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. 5-ൽ വേഴം നിന്നാൽ പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യം ദീ പ്രതിബോധയശ മനസന്തുഷ്ട പുണ്യോദയനാണ്. അങ്ങനെ സന്താനങ്ങൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകും. പിള്ളേരുടെ വിദ്യാഭ്യാസം, വിവാഹം, കുടുംബസൗഖ്യം, എല്ലാ കാര്യത്തിനും വിജയം. പിള്ളേരുടെ ഉയർച്ചയും സന്തോഷവും നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സന്തോഷത്തിനും കാരണമായി മാറും. അഥവാ ആരോഗ്യ അസുഖങ്ങളൊക്കെ മാറാനും, വർഷങ്ങൾ കൊണ്ട് ഞാൻ ഒരു രോഗിയാണെന്ന് ചിന്തിക്കുന്നവർക്ക് രോഗങ്ങളൊക്കെ മാറി ഇപ്പം എനിക്ക് സ്വസ്ഥതയുണ്ട്, നല്ലതുണ്ടെന്ന് വിചാരിക്കാനും, സ്വസ്ഥത കിട്ടാനും, മനസ്സിന് സന്തോഷം കിട്ടാനും, പുണ്യം കിട്ടാനും ഒക്കെ യോഗമുണ്ട്. പുണ്യം എന്ന് പറയുമ്പോൾ കുറച്ച് ഭക്തി, ഈശ്വര ആനുകൂല്യങ്ങളും വർദ്ധിച്ച് നമുക്കൊരുപാട് തീർത്ഥാടനങ്ങളൊക്കെ നടത്താം, പുണ്യസ്ഥലങ്ങൾ ദർശിക്കാൻ. കാശിയിലും രാമേശ്വരത്തിൽ പോവാൻ, ഹജ്ജിന് പോവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാൻ. അങ്ങനെ പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളൊക്കെ ദർശിക്കാനൊക്കെ ഉള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല കാര്യനേട്ടങ്ങൾ ഈശ്വരൻ്റെ കാര്യങ്ങളിലും നമ്മളെ കാര്യങ്ങളിലുമൊക്കെ നമുക്ക് നേട്ടം വരും. അത് 2ഉം 11ഉം ഭാവാധിപനും കൂടിയാണ് വേഴം. 2 വിദ്യയും കുടുംബവും ധനമൊക്കെ കിട്ടും. 11 ലാഭം, ഐശ്വര്യം, സുഹൃത്തും ധനാഗമവും ഒക്കെ കിട്ടും, നല്ലത് വരും. വേഴൻ 5 നിൽക്കുന്ന സമയം നമുക്ക് നല്ലതാണ്. 2026 6-ാം മാസം മുതൽ വേഴൻ 5-ൽ നിന്ന് 6-ലോട്ട് വരുന്ന സമയം ഇച്ചിരി ഒരു ബ്രേക്കായി പോകും. പെട്ടെന്ന് നമുക്കെല്ലാം അങ്ങ് നിന്ന് പോയതുപോലെ. ഋണാർത്ഥ ചോര ക്ഷത രോഗശാസ്ത്രവും കടങ്ങളെത്തി കൂടി വരും. കടമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല കാര്യത്തിന് വേണ്ടിയുള്ള ലോണുകൾ, വീട് വയ്ക്കാനാ, വസ്തു വാങ്ങിക്കാനാ, വണ്ടി വാങ്ങിക്കാനാ ഒക്കെ ആയിരിക്കും. കാരണം വേഴൻ ഉച്ചത്തിലാണ് 6-ൽ വരുന്നത്. ഈ സ്വക്ഷേത്രത്തിലും ഉച്ചത്തിലും ഗ്രഹങ്ങൾ വരുമ്പോൾ നമുക്ക് ബലം ഉണ്ടെങ്കിലും ചെറിയ ദോഷങ്ങളും കൂടി പറയണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട്, കടങ്ങൾ വരും. വലിയ ലോണെടുത്തൊരു വീട് വെച്ചാൽ കടമാവും. പക്ഷെ വീട് കാണുമ്പോൾ സന്തോഷം വരും. കടമുണ്ടെന്ന് വിചാരിക്കുമ്പോൾ വിഷമം വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കടമുണ്ടെങ്കിലും ഒരു വീട് വയ്ക്കാനോ വണ്ടി വാങ്ങിക്കാനോ ഒക്കെ കടം വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. കാരണം എന്താണ്, നമുക്കാർക്കും എല്ലാ പൈസയും വച്ചുകൊണ്ടൊരു വീട് വയ്ക്കാനോ ഒരു കാറ് വാങ്ങിക്കാനോ ഒക്കെ സാധാരണക്കാരന് നിവൃത്തിയുള്ളതല്ല. 10-15 വർഷത്തെ EMI ഒക്കെ കൊണ്ടായിരിക്കും ഒരു വീടാ കാറൊക്കെ നമ്മൾ വാങ്ങിക്കണം. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ക്ഷമിക്കണം. നല്ലത് വരെയുള്ള ക്ഷതം മറിഞ്ഞ് വീണ് കൈകാലും ഓടിയണ മാത്രമല്ല, ഈ വേഴ 6 വരുമ്പോൾ സർജറിയൊക്കെ വേണമെന്ന് പറയും. എങ്കിലും സൗമ്യേജ ശത്രുക്ഷയോ ദോഷാണാം അഭാവ എന്നാണ്. ശത്രുക്കൾ കുറഞ്ഞും വരും, ദോഷങ്ങൾ കുറഞ്ഞു വരും, രോഗങ്ങൾ കുറഞ്ഞു വരും എന്നൊരു പ്രമാണവും കൂടി ഉണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെ
സൗമ്യേജ ശത്രുക്ഷയോ ദോഷാണ അഭാവം. ദോഷങ്ങൾ കുറഞ്ഞു വരും. രോഗങ്ങൾ ശത്രുക്കളൊക്കെ ഉണ്ടാകും. അതാര് മക്കളോടും ആണ് ശത്രു കൂടുതൽ. പിള്ളേർ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മൾ പറഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയൊക്കെയുള്ള ചില ശത്രുതകളും വിരോധങ്ങളും. എന്നാൽ നമ്മൾ ഭയങ്കര രീതിയിൽ പഠിക്കുകയും ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോയാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടുമെന്ന് എല്ലാവരും വിചാരിക്കുമെങ്കിലും സെക്കൻഡോ തേർഡൊക്കെ ആയിപ്പോൾ അതിൽ നിങ്ങൾ പരിഭവം കാണിക്കരുത്. കാരണം നമുക്ക് ജയിക്കാൻ പറ്റില്ല, അത് മാത്രം മതിയെന്ന് വിചാരിക്കും. അല്ല, ഒരു മാർക്കിന് തോറ്റുപോയി, ഒരു വോട്ടിന് തോറ്റുപോയി, റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടാതിരിക്കും, കിട്ടിയ ജോലി വേണ്ടാന്ന് തോന്നിപ്പോവുകയും വിവാഹം നടക്കാൻ തടസ്സം വരികയും മക്കളുണ്ടാക്കാൻ തടസ്സം വരികയൊക്കെ ചെയ്യുന്ന സമയമാണ് 7, 6 നിൽക്കുന്ന സമയം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ആ വിഷ്ണുവിനെ ഭജിക്കണം, ഈശ്വരനെ ഭജിക്കണം. ഏത് മതമാണെങ്കിലും അവരുടെ മതപ്രകാരമുള്ള പൂജകളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ വലിയ ഗ്രഹപ്പിഴകൾ നമുക്ക് മാറി കിട്ടും. എല്ലാത്തിനും പരിഹാരം ഈശ്വരാനുകൂല്യമാണ് കേട്ടോ. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയാലും എല്ലാം ചെയ്തിട്ട് അവസാനത്തെ പരിഹാരം എന്താണ്? നിങ്ങൾ ഇയാളെ എല്ലാം ചെയ്തിട്ടുണ്ട്, ബാക്കി ഇനി ഈശ്വരൻ്റെ കയ്യിലെന്നാണ് പറഞ്ഞത്. ഈശ്വരാനുഗ്രഹം ഉള്ള ഒരാളിന് നമ്മളൊരു നൂല് ജപിച്ച് കെട്ടിക്കൊടുത്താൽ അയാൾക്ക് ദോഷം മാറി നല്ലത്. ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവർക്കാണ് വലിയ പൂജ ചെയ്താൽ പോലും വലിയ പുണ്യം കിട്ടാതെ പോകുന്നത്. ഒരു കോടതിയിൽ പോയാലും ഈശ്വരാനുകൂല്യം ഉണ്ടെങ്കിൽ കേസ് വെറുതെ വരും. ഈശ്വരാനുകൂല്യം കുറഞ്ഞു വരുമ്പോൾ ശിക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും അധികാരിയാണെങ്കിലും പാരകളും ശത്രുക്കളൊക്കെ കൊണ്ട് നമ്മളെ ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ വരാ യോഗമുള്ളത് കൊണ്ട് നിങ്ങളെ ഏത് മേഖലയിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നാലും ആ ഉദ്യോഗം ഇല്ലാത്തവരാണെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ മയമായിട്ട് സ്നേഹമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ആളുകൾ കൊണ്ടുവന്ന് കുരുക്കി നമുക്കെതിരെ ശത്രുതാപരമായിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടാകുന്നതിനുള്ള ചാൻസ് ഉള്ള സമയവും കൂടിയാണ്. ഇങ്ങനെ കുറ്റങ്ങളും പരിഭവങ്ങളും പരാതികളൊക്കെ നമ്മൾ ഒതുക്കി നിർത്തി സ്നേഹ ബഹുമാനത്തോടുകൂടി പെരുമാറേണ്ടുന്നത് ആവശ്യമാണ്. ഇങ്ങനെ ലഗ്നത്തിൽ ജനിച്ച കൂറിൽ കുംഭക്കൂറിലാണ് സർപ്പൻ ഡിസംബർ വരെ സഞ്ചരിക്കുന്നത്. അപ്പോൾ സർപ്പൻ ലഗ്നത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് മുട്ടുവേദനകളും നടുവാർത്തോ ന്യൂറോ ഗ്യാസോ സൈക്കോ പ്രോബ്ലങ്ങൾ ശത്രുക്കൾ പിന്നെ ഈ ജീവജന്തുക്കളുടെ ഉപദ്രവം. എന്നെ ഒരു എറുമ്പ് പോലും കഴിച്ചിട്ടില്ല നിങ്ങൾ പറയലും. ശരിക്കും സർപ്പ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ പേപ്പറ്റ് കടി, പാമ്പ് കടി, വിഷഭയങ്ങൾ, തേനീച്ച, കടന്തൽ ഇതൊക്കെ ഒരു കൊതു കടിച്ചാലും നിങ്ങൾക്ക് ഡെങ്കിപ്പനി വരാൻ അത് ചാൻസായി മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. വലിയ ഭീകരജീവികൾ നിങ്ങളെ ഉപദ്രവിച്ചില്ല എന്ന് നിങ്ങൾ വിചാരിക്കണമെങ്കിലും ചെറിയ കൊതു മുതലായിരിക്കുന്ന ചെറിയ ജീവികൾ വിചാരിച്ചാൽ നമ്മളെ തള്ളിയിടാൻ പറ്റും എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അപ്പം അതുകൊണ്ട് നമുക്ക് സർപ്പത്തിന് പൂജകൾ, സർപ്പപൂജ, പിതൃക്കൾക്ക് പൂജകൾ, ദൈവങ്ങൾക്ക് ആനുകൂല്യം വരുത്തത്തക്ക രീതിയിലുള്ള പ്രാർത്ഥനകൾ, ദോഷം മാറാനുള്ള പദ്ധതികൾ നമ്മൾ തന്നെ ചെയ്യണം. ഒരു കുരുക്കിച്ചെന്ന് അറിഞ്ഞുകൊണ്ട് ചാടിക്കൊടുക്കരുത്. ദോഷം വരാതിരിക്കാനുള്ള പരിപാടികൾ, നമ്മൾ പരിഹാരങ്ങൾ ഇതൊക്കെ ചെയ്തോളും. അപ്പോൾ നമുക്ക് കുഴപ്പങ്ങൾ നിശേഷവുമാണ്. 7.2 ശനി ഇപ്പോഴും കുംഭരാശി കൂറുകാർക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള അധികാരം, പ്രമോഷൻ, സാലറി, പ്രോഫിറ്റ്, കമ്മീഷൻ ഇതൊക്കെ കിട്ടായിട്ട് തടസ്സപ്പെടും. അതുകൊണ്ട് എൻ്റെ പൈസ തരാത്തതെന്നും പറഞ്ഞുകൊണ്ട് ബാങ്കിനോടാ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളോടാ, നമ്മളെ തൊഴിലാളിയോടാ, കോൺട്രാക്ടറോടാ, ബിസിനസ്സുകാരോടാ നമ്മളുമായിട്ടൊക്കെ നിന്ന് യോജിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരോടും നമുക്ക് കിട്ടാനുള്ളത് തന്നേ പറ്റുള്ളൂ എന്ന് വാശി വിരോധങ്ങൾ കാണിക്കാൻ. ഒന്നും തന്നില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അഭിനയിച്ചെങ്കിലും നിന്നാൽ നമുക്കെല്ലാ ഭാഗ്യങ്ങളും ഇരട്ടിച്ച് നമുക്ക് കിട്ടും. ഒരു വിരോധം വന്നു കഴിഞ്ഞാൽ തരാനുള്ളവനും തരൂല എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നത്തെ കാലം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് ഭഗവാൻ നമുക്ക് വിധിച്ചിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തന്നെ കിട്ടും. നമ്മളെ ചോറ്റും മണ്ണുവാരി ഇടുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവാൻ തന്നെ കൂലി കൊടുക്കും എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. എല്ലാത്തിനും ഭഗവാനെ കൂട്ടുപിടിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നല്ലത് തീർച്ചയായിട്ടും വരും. ശനിയുടെ ദോഷത്തിന് ശാസ്താവ്, ഹനുമാൻ, കാലഭൈരവൻ, ശിവൻ ഇവരെയൊക്കെ ഒന്ന് ഭജിച്ചോളാം. നവഗ്രഹ പൂജ, മൃത്യുഞ്ജയ പൂജ, ശത്രു സംഹാര പൂജ, ഐശ്വര്യ പൂജ, പഠിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ സരസ്വതി പൂജ, കുടുംബവും ദാമ്പത്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ദീർഘ മാംഗല്യ പൂജ.
ഓരോ പൂജകൾ ചെയ്യാൻ പറഞ്ഞതെന്നറിയാമോ? നമുക്ക് ഓരോരോ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ്. പൂജയിൽ വിശ്വാസമുള്ളവർക്ക് ചെയ്യാം, വിശ്വാസമില്ലാത്തവർ അവരെ കൊണ്ട് പറ്റുന്ന ക്ഷമയും സ്നേഹവും പരിഹാരങ്ങളും ജപങ്ങളും തപങ്ങളും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതാണ് നമുക്ക് ഈ പൂജയും പരിഹാരങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതുമായ പൂജ പദ്ധതികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലത് വരും. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നാള് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജാതകം പരിശോധിക്കാം. ഫീസും തരേണ്ടതുണ്ട്. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. അമ്പലത്തിലെ പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക. ആരും ഫോൺ ചെയ്ത് തന്നെ കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ ഫ്രീ ആയിട്ട് സ്വസ്ഥനായിട്ടിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി പറഞ്ഞു തരാൻ പറ്റും. നമ്മളൊരു പ്രശ്നത്തിലിരിക്കുമ്പോഴോ പൂജകളിരിക്കുമ്പോഴോ ഒരു അമ്പലത്തിൽ നിൽക്കുമ്പോഴോ ഒക്കെ നിങ്ങളെ കാര്യം അറിയണമെന്ന് ചോദിച്ചാൽ നമുക്ക് ജാതകം ഗണിക്കാതെ ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ മെസ്സേജ് ഇട്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നത് എന്നെ ആളുകൾക്ക് ഒരു കുറ്റപ്പെടുത്തൽ പോലെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സമയവും സന്ദർഭവും അനുസരിച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം. നിങ്ങൾക്ക് കാലഭൈരവ സ്വാമിയുടെയും പത്മനാഭ സ്വാമിയുടെയൊക്കെ അനുഗ്രഹങ്ങളും സഹായങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.